ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ചിരട്ട കൊണ്ടൊരു ഗൃഹപ്രവേശനത്തിൻ്റെ നമ്മുടെ ഒരു വീട്ടിൻ്റെ ഒരു പേര് എന്നാണ് അതിന് നൈം ബോർഡ് എന്ന് പറയും. അത് ചിരട്ട കൊണ്ട് എഴുതിയിട്ട് ഞാൻ നോക്കട്ടെ. അത് കറഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ടൊന്നും ചെയ്യുന്നതാണ്. എൻ്റെ മനസ്സിൽ വന്നതാണ്, അത് ഞാൻ ചെയ്യാം. അതിന് ചിരട്ട കട്ട് ചെയ്യുന്നത് ഞാൻ ചിരട്ട കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിങ്ങനെ 3-4 പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നും ചിരട്ട കട്ട് ചെയ്യണമെങ്കിൽ ഇനി ഇത് കുറേ പണിയുണ്ട്. ഇത് മോൾഡ് ചെയ്തെടുക്കണം. കട്ട് ചെയ്താണ്, ഇതെല്ലാം കട്ട് ചെയ്താണ്. ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മോൾഡ് ചെയ്തെടുക്കണം. ഞാൻ മെഷീൻ നമ്മൾ നിന്നാണ് മോൾഡ് ചെയ്യുന്നത്. ാണിത്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഒട്ടിക്കുന്നത്. ഇതുകൊണ്ടാണ് ശരിക്കും ഒട്ടുക. മറ്റു വേറെ ഒന്നുകൊണ്ട് ഒട്ടില്ല. ഇത് പ്ലസ് പശയാണ് ഒട്ടിക്കുന്നത്. ചിരട്ടകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് സൈഡെല്ലാം മോൾഡ് ചെയ്ത് അതിൻ്റെ വൃത്തിയിലാക്കിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുക്കണം. അതിപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അത് ഒരേ വലുപ്പത്തിലായതിൽ കട്ട് ചെയ്ത് കൊണ്ട് മോൾഡ് ചെയ്തതെല്ലാം മനസ്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ഒട്ടിച്ച് കൊണ്ടുവരണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അക്ഷരത്തിൻ്റെ ക്രമത്തിൽ ഒപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന ഓരോ അക്ഷരങ്ങളിങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തും. പെൻസിൽ കൊണ്ട് ഞാൻ ഓരോ അക്ഷരത്തിനും മാർക്ക് ചെയ്യും. ഓരോ അക്ഷരത്തിൻ്റെ മോഡലിനനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ചിരട്ട കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കട്ട് ചെയ്ത ചിരട്ടകളാണ് ഇതെല്ലാം. പിന്നെ അക്ഷരങ്ങളിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കൂട്ടി ഒട്ടിക്കും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിപ്പോൾ സൈഡിലെല്ലാം മോൾഡ് ചെയ്താ അപ്പം അതിൻ്റെ വേസ്റ്റിൽ എടുത്തിടണം. നല്ല അതിന് വൃത്തി ഉണ്ടാവും.